നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഭയപ്പെടാൻ തുടങ്ങിയാൽ അതിനേ സമയം ഉണ്ടാകൂ. വേദനയേക്കാൾ ആളുകൾ മരണത്തെ ഭയപ്പെടുന്നു. അവർ മരണത്തെ ഭയപ്പെടുന്നു എന്നത് വിചിത്രമാണ്. മരണത്തേക്കാൾ ജീവിതം വേദനിപ്പിക്കുന്നു. മരണസമയത്ത് എല്ലാ വേദനകളും എന്നെന്നേക്കുമായി തീരുന്നു. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതി നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു. വിഷാദരോഗ സാധ്യതയെ കുറയ്ക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന്മാരെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നുപോകാൻ ശ്രമിക്കുക. തിരിച്ചും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയാൻ സഹായിക്കും. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം. സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസ്തതയാണ് ഏറ്റവും നല്ല ബന്ധം. ഒന്നിനും തിരക്ക് കൂട്ടരുത്. ശരിയായ സമയമാകുമ്പോൾ അത് സംഭവിക്കും. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരിടത്തു നിന്നും കാര്യങ്ങൾ എങ്ങനെ മാറി നിങ്ങൾ ഇവിടെ അവസാനിച്ചുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ മനുഷ്യനും ആദ്യം തോൽക്കുന്നത് സ്വന്തം മനസ്സിലാണ്. രാത്രിയിൽ ഒരു കള്ളനെപ്പോലെ മരണം നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവന് മോഷ്ടിക്കാൻ ഒന്നും അവശേഷിക്കാത്ത വിധം പൂർണ്ണമായും ജീവിതം നയിക്കുക. സന്തോഷം എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, അവ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. സുഹൃത്തുക്കൾ അങ്ങനാ. ചിലപ്പോൾ തമ്മിലടിക്കും, ചിലപ്പോൾ സ്നേഹിക്കും. എന്തായാലും സന്തോഷമായാലും ബുദ്ധിമുട്ടായാലും അവരുണ്ടാകും. എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാകുന്നുവോ അത്രയും വേഗത്തിൽ അവൻ ചിന്തിക്കുന്നു. പക്ഷേ അവൻ എഴുതുന്നത് മന്ദഗതിയിലായിരിക്കും. ഒന്നിനും തിരക്ക് കൂട്ടരുത്. ശരിയായ സമയം ആകുമ്പോൾ അത് സംഭവിക്കും. മറ്റൊരാൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനോ അസന്തുഷ്ടനാക്കാനോ കഴിയുമെന്ന് ചിന്തിക്കുന്നത് പരിഹാസ്യമാണ്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കി എന്നാണ്. മിക്ക സ്ത്രീകളും മറ്റു സ്ത്രീകളെ എതിരാളികളായാണ് കണക്കാക്കുന്നത്. എന്നാൽ മിക്ക പുരുഷന്മാരും മറ്റെല്ലാ പുരുഷന്മാരെയും അവരുടെ സഖ്യകക്ഷികൾ ആയാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ട്, പുറത്തെ സംഭവങ്ങളിലല്ല. ഇത് തിരിച്ചറിയുക. നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഉള്ളിൽ കൂടുതൽ ഗൗരവത്തോടെ ജീവിക്കാൻ തുടങ്ങിയ മനുഷ്യനെ ദൈനംദിന ജീവിതത്തിൽ വളരെ ലളിതമായും നിസ്സാരമായും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു. പ്രഭാതത്തിന് മുമ്പ് രാത്രി എപ്പോഴും ഇരുണ്ടതാണ്. ജീവിതവും ഇങ്ങനെ തന്നെയാണ്. പ്രയാസകരമായ സമയങ്ങൾ കടന്നുപോകും. എല്ലാം മെച്ചപ്പെടും. നിങ്ങൾ എന്നത്തേക്കാളും പ്രകാശിക്കും. കാര്യങ്ങൾ എളുപ്പമാകാൻ കാത്തിരിക്കരുത്. ജീവിതം എപ്പോഴും സങ്കീർണം ആയിരിക്കും. ഇപ്പോൾ സന്തോഷവാനായിരിക്കാൻ പഠിക്കുക. അല്ലാത്തപക്ഷം നിങ്ങൾക്ക് സന്തോഷിക്കാൻ ലഭിക്കുന്ന സമയം വളരെ പരിമിതമായിരിക്കും. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ അവിവാഹിതനായി തുടരുമ്പോൾ കാലം പോകുന്തോറും അയാൾക്ക് അവിവാഹിതനായി തന്നെ തുടരാനുള്ള ആഗ്രഹം വർദ്ധിക്കും. മരണം നമ്മെ ബാധിക്കുന്നില്ല. കാരണം നമ്മൾ ഉള്ളിടത്തോളം മരണം ഇവിടെ ഇല്ല. അത് വരുമ്പോൾ നമ്മൾ നിലനിൽക്കുന്നുമില്ല. താൻ ഒരിക്കലും അതിന്റെ തണലിൽ ഇരിക്കാൻ പോകുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ ഒരു മരം നടുമ്പോൾ അതിനർത്ഥം ജീവിതം എന്നാൽ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. പക്ഷേ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. കാലം ഒരു മുറിവും ഉണക്കാറില്ല. ആ മുറിവുമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രം പഠിപ്പിക്കുന്നു. ബുദ്ധിമുട്ടുകൾ പലപ്പോഴും സാധാരണക്കാരെ അസാധാരണമായ ഒരു വിധിക്കായി ഒരുക്കുന്നു.